നമ്മൾ പറഞ്ഞു വന്നിരുന്നു the concept of a hard and soft acids and bases. അതിനെപ്പറ്റി ഒന്ന് രണ്ട് ക്ലാസ് നമ്മൾ എടുത്തു. And we have seen how the hard and soft interactions are more stable than hard soft or soft hard. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. And we are looking into the what is the theory behind that. അതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. We have seen that the hard interactions are predominantly ionic or electrostatic in character, whereas soft interactions are predominantly covalent in character. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്, മറ്റേത് കോവാലന്റ് ആണ്. അപ്പോൾ രണ്ടും അയോണിക് ആകുമ്പോൾ കൂടുതൽ സ്റ്റേബിൾ ആയ കോമ്പിനേഷൻ, രണ്ടും കോവാലന്റ് ആകുമ്പോൾ കൂടുതൽ സ്റ്റേബിൾ ആയ കോമ്പിനേഷൻ ഉണ്ടാവും. That's why hard acid prefer to combine with a hard base and a soft acid with a soft base. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പറഞ്ഞ ഒരു ചാപ്റ്ററിന്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ട് വരുന്നതാണ് കൺസെപ്റ്റ് ഓഫ് ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ്സ് ആൻഡ് ബേസ്. എന്താണെന്ന് കാര്യം മനസ്സിലാക്കുക, അതിന്റെ ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക. പിന്നെ അതിലൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, അതിലൊരു ഇക്വേഷന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ദി നമ്മൾ സിലബസ് എടുത്തൊക്കെ കാണാം, ഡ്രാഗോ വെയ്ലാൻഡ് ഇക്വേഷൻ. This is an equation which relates the free energy or enthalpy, not to say the enthalpy of the reaction delta H. Interaction before the combination of acids and bases, Lewis acids and bases. And the equation says that delta H is equal to minus of ഇതാണ് ഇക്വേഷൻ. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇ എ പ്ലസ് ഇ ബി പ്ലസ് സി എ പ്ലസ് സി ബി. ഹിയർ എ ആൻഡ് ബി ഇൻഡിക്കേറ്റ് ആസിഡ് ആൻഡ് ബേസ്. ആൻഡ് ദീസ് പാരാമീറ്റേഴ്സ് ഇ ആൻഡ് സി പാരാമീറ്റേഴ്സ് സിലബസിൽ ഇ ആൻഡ് സി പാരാമീറ്റേഴ്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇ ആൻഡ് സി പാരാമീറ്റേഴ്സ് ആർ കണക്റ്റഡ്. ഇ ഈസ് കണക്റ്റഡ് വിത്ത് the electrostatic interaction and C is connected with the covalent interaction. Electrostatic and covalent interaction. എന്ന് പറഞ്ഞാൽ these parameters E for a particular acid, say a particular acid, it has two parameters EA and CA, and a particular base we have two parameters EB and CB. So what is EA? EA is the S, is a measure of the tendency of the acid to form or to have an electrostatic interaction. Electrostatic conforming tendency കാണിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് E എന്ന് പറഞ്ഞാൽ. C എന്ന് പറഞ്ഞാലോ, yes, for the same acid it has a tendency to form, maybe having some covalent tendency. അതിന്റെ പാരാമീറ്റർ ആണ് CA. ഇത് രണ്ടും എക്സ്പെരിമെന്റൽ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഒരുപാട് കോമൺ ആസിഡ്സിനും ബേസിസിനും ഉള്ള ഇയും സിയും ടാബ്ലേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും, നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ സം റെഫറൻസ് ആസിഡ്. ഇവിടെ റെഫറൻസ് ആസിഡ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അയോഡിൻ ആണ്. അയോഡിൻ ഈസ് സെലക്ടഡ് ആസ് ദി റെഫറൻസ് ആസിഡ് ആൻഡ് ഡൈമീഥൈൽ അസെറ്റമൈഡ് ആൻഡ് ഡൈഇഥൈൽ സൾഫൈഡ് ആർ, ഈ അബ്രിവേഷൻ ഞാൻ എഴുതുന്നുണ്ട്, ഇത് അബ്രിവേഷൻ ഇല്ല. ഡൈമീഥൈൽ അസെറ്റമൈഡ് ആൻഡ് ഡൈഇഥൈൽ സൾഫൈഡ് ആർ സെലക്ടഡ് ആസ് ദി റെഫറൻസ് ബേസസ്. ഇത് രണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അയഡിന്റെ കേസിൽ ഇ ഈസ് ഈക്വൽ ടു 1, ഇ ബി ഓൾസോ ഈസ് ഈക്വൽ ടു 1. ഇതിന് വ്യത്യാസമുണ്ട്. അങ്ങനെ വാല്യൂസ് നിങ്ങൾ ഓർത്തോക്കാൻ ബുദ്ധിമുട്ടുന്നില്ല. Understand that these parameters for any particular acid is determined with reference to the standard acid and standard reference acid and reference base. The reference acid chosen for calculating the E and C parameters is iodine, and the reference base is a dimethyl acetamide, N and dimethyl acetamide. Acetamide na CH3CO NH2 acetamide. N and dimethyl acetamide എന്ന് പറഞ്ഞാൽ എന്താണ്? CH3CO NH2 ന്റെ സ്ഥാനത്ത് 2H പോയിട്ട് 2 methyl ഗ്രൂപ്പ് വരാം. N dimethyl acetamide. ഇതൊക്കെ മനസ്സിലാകുന്നില്ല? CH3 ഇതിന്റെ ഫോർമുല CH3C NH2 ന് പകരം NMe2 ആണ് methyl ഗ്രൂപ്പ്.
CO ഉണ്ട്, സോറി CH3CON CH3 twice. ഇതാണ് NN ഡൈമീഥൈൽ അസറ്റമൈഡ്. ഇതും അതേപോലെ ഡൈഈഥൈൽ സൾഫൈഡ്, സൾഫേറ്റ് അല്ല സൾഫൈഡ്, Et2S ഡൈഈഥൈൽ സൾഫൈഡ് CH3CH2S CH2CH3 ഡൈഈഥൈൽ ഈഥർ പോലെ തന്നെ ഈഥറിന്റെ സ്ഥാനത്ത് സൾഫർ വന്നു കഴിഞ്ഞാൽ ഡൈഈഥൈൽ സൾഫൈഡ് ആയി. Understand? These two are chosen as the reference bases and iodine is chosen as the reference acid, and based on its interaction with other acids and bases, the electrostatic as well as covalent parameters are already calculated. അതിന്റെ ടേബിൾ ഒക്കെ കിട്ടും, ബുക്കിലൊക്കെ ടേബിൾസ് ഒക്കെ കാണുന്നില്ല. ഒരുപാട് ബേസസ് ആസിഡ്സ് ഉണ്ട്, ഓരോന്നും നമുക്ക് ഇതുപോലെ ഡിറ്റർമിൻ ചെയ്ത് കണ്ടുപിടിച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്, ഇവിടെ കണ്ടുപിടിക്കാൻ പോണ്ട. So that we can calculate the enthalpy or free or delta H of the reaction. Delta H is equal to minus of EA EB. E എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പർട്ടിക്കുലർ ഒരു ആസിഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള പാരാമീറ്റർ. EB എന്ന് പറഞ്ഞാൽ ആ ബേസിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പാരാമീറ്റർ, അതുപോലെ CA CB. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ that will be the delta H of that reaction. അപ്പോൾ ഇന്ററാക്ഷൻ എത്രത്തോളം എഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന അഡക്റ്റ്. കാരണം ഇതില് ഒരു ആസിഡും ബേസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സാധനമാണ് അഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു ലൂയിസ് ആസിഡ് ലൂയിസ് ബേസ്, ഫോർ എക്സാമ്പിൾ NH3 ആൻഡ് BF3, ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താവും? NH3 BF3 എന്നുള്ള അഡക്റ്റ് ഉണ്ടാവും. അതിന്റെ ഡെൽറ്റ എച്ച് എത്രത്തോളം കൂടുതൽ നെഗറ്റീവ് ആണോ അത്രത്തോളം അതിന്റെ ഇന്ററാക്ഷൻ കൂടുതൽ സ്ട്രോങ് ആണെന്ന് പറയാം. ആ കോമ്പൗണ്ട് ഉണ്ടാകുന്ന അഡക്റ്റ് കൂടുതൽ സ്റ്റേബിൾ ആണെന്ന് പറയാം. കാരണം മനസ്സിലാകുന്നുണ്ടോ? So that is the Drago-Wieland equation. Drago-Wieland equation എന്ന് പറയും. It is delta H is equal to minus of EA EB plus CA CB. The E and C parameters are defined or already determined for different acids and bases based on their interaction. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബേസ് നോക്കിയപ്പോൾ എന്താ ഒരു ബേസ് ഉണ്ടെങ്കിൽ അതിന്റെ EA CB, EAയും അല്ലെ ബേസ് ആണെങ്കിൽ EBയും CBയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വിത്ത് റെഫറൻസ് ടു ദ സ്റ്റാൻഡേർഡ് ആസിഡ് iodine. മനസ്സിലായില്ലേ? അതല്ല, നമുക്കൊരു ആസിഡ് ഉണ്ട്, അതിന്റെ EAയും CAയും ഡിറ്റർമിൻ ചെയ്യും വിത്ത് റെഫറൻസ് ടു ദി സ്റ്റാൻഡേർഡ് ബേസ് ഓഫ് ഐദർ ദിസ് വൺ ഡൈമീഥൈൽ അസറ്റമൈഡ് or diethyl sulfide, and these parameters can be determined, and using these parameters you can calculate the theoretical value of delta H for the reaction. And it is seen that if such a calculation is done, it is in many cases it is in close agreement with the experimental delta H നമുക്ക് experimental determine ചെയ്യാൻ പറ്റും. determine ചെയ്യുമ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം പല കേസിലും, ചില കേസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഇന്ററാക്ഷൻ, ഈ റിയാക്ഷൻ ഒക്കെ ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ടേക്കിംഗ് പ്ലേസ് ഇൻ ദി gaseous phase or in an inert solvent. എന്താ പറഞ്ഞ പോയിന്റ്? ഒരു ഗേഷ്യസ്, കാരണം ഇതിനൊക്കെ സോൾവേഷനൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് എനർജി ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. അതൊന്നും നടക്കാത്ത കേസാണ് പറയുന്നത് എന്താണ് ഈ പറഞ്ഞ കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അക്വസ് മീഡിയത്തിൽ ഒരു ആസിഡ് ബേസ് റിയാക്ട് ചെയ്തതിന് ഇവിടെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അക്വസ് മീഡിയം ദ ആസിഡ് ആസ് വെൽ ആസ് ബേസ് ആർ സോൾവേറ്റ്. സോൾവേഷനെ ബന്ധപ്പെട്ട് എനർജി ചേഞ്ചസ് ഉണ്ടാവും. നമുക്കറിയാം, if an ion is solvated it releases energy, and if solvent changes there will be a change in energy. അപ്പോൾ എന്ത് വേണം? സോൾവേഷൻ ഇല്ലാത്തൊരു കണ്ടീഷനിൽ, അതായത് ഗ്യാസ് ഫേസിൽ, അല്ലെങ്കിൽ ഇൻ ആൻ ഇനർട്ട് സോൾവെന്റ്, സോൾവേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സോൾവെന്റിൽ. എല്ലാ സോൾവെന്റും സോൾവേറ്റ് ചെയ്യില്ല. പോളാർ സോൾവെന്റ്സ് ആണ് കൂടുതൽ നമുക്കറിയാം സോൾവേറ്റ് ചെയ്യുന്നത്. നോൺ പോളർ ആയിട്ടുള്ള സോൾവെന്റിലോ, അതായത് ഇനർട്ട് ആയിട്ടുള്ള സോൾവെന്റിലോ അല്ലെങ്കിൽ ഗ്യാസ് ഫേസിലോ ആണ് ഈ പറഞ്ഞ ഇന്ററാക്ഷൻസ് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? സോ ദിസ് reaction considered is either in the gas phase or in a solvent which is inert. Inert എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാക്കുക, which does not have a appreciable solvation of the species which is dissolved in it. സോൾവേറ്റ് ചെയ്യാത്ത കേസിൽ മാത്രമേ, കാരണം അവിടെ എനർജി ചേഞ്ചസ് ഒരുപാട് വേറെ ഉണ്ടാവും. ഡെൽറ്റ എച്ച് കണക്കൂട്ടുന്നതും നമ്മൾ കണ്ടുപിടിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസം വരാത്ത വിധത്തിൽ വരണമെങ്കിൽ ഈ പറഞ്ഞ ഗ്യാസ് ഫേസിൽ മാത്രമേ വരും. അത് പറഞ്ഞു തരണം, വലിയ കൂടുതൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണ്ട. കാര്യം എന്താണ് നമ്മുടെ ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ് ബേസ് എന്ന് മനസ്സിലാക്കുക, അതെങ്ങനെ വന്നതെന്ന് മനസ്സിലാക്കുക, അതിന്റെ ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കുക, ഇക്വേഷൻ എന്താണെന്ന്, ഇക്വേഷൻ പാരാമീറ്റേഴ്സ് എന്താണെന്നും മനസ്സിലാക്കുക. ഇതിന്റെ ആപ്ലിക്കേഷനും അതിന്റെ കൂടുതൽ തിയറിയൊക്കെ പോയാൽ ഒരുപാട് സമയം നമ്മൾ അതിനകത്ത് പണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത്രത്തോളം കാര്യങ്ങളായ നമ്മുടെ ആസിഡ്സ് തിയറീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ് എന്നുള്ള ഭാഗം അവിടെ അവസാനിക്കുക. ഈ ചാപ്റ്ററിന്റെ ഒരു പകുതി. മറ്റേ പകുതിയിലാണ് നമുക്ക് നോൺ അക്വസ് സോൾവെന്റ്സ് വരുന്നത്, റിയാക്ഷൻസ് ഇൻ നോൺ അക്വസ് സോൾവെന്റ്സ് എന്നുള്ള ഭാഗം വരുന്നത്.
ഇതിനൊന്ന് നോട്ട് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തമായി നോട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. സ്വന്തമായി നോട്ട് ഉണ്ടാക്കുമ്പോൾ ഗുണം, പക്ഷെ തരാതിരിക്കാനൊരു ന്യായം പറയുന്നതാണ്. ഇന്ന് കുട്ടിക്ക് എന്തായാലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു നോട്ട്, ഒരു ടോപ്പിക് നമ്മൾ ഉണ്ടാക്കി നമ്മൾ ആ ഭാഗം ഏകദേശം പഠിച്ച പോലെയോ. നമ്മൾ നോട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പല വിധത്തിൽ നോട്ട് ഉണ്ടാക്കാം. ഒരാൾ ഉണ്ടാക്കിയ നോട്ട് നമുക്ക് പകർത്തി ഉണ്ടാക്കാം. ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കിയോടെ പകർത്തി വെക്കാം. 2 3 ബുക്ക് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരു നോട്ട് ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? ഈ മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത് പറഞ്ഞ മെത്തേഡാണ് ഏറ്റവും ഇഫക്റ്റീവായുള്ള മെത്തേഡ്. ഒരു ചാപ്റ്ററാണ്. ഇപ്പം നമ്മൾ ആ തിയറീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ് നോക്കിയാൽ നമ്മൾ പല ബുക്കിലും കാണും. നമ്മളെ ഏറ്റവും സിമ്പിളായ ഞാൻ പറഞ്ഞ കുര്യൻ ശർമ്മേൻ്റെ ബുക്കിൽ കാണും. നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ സിലബസ് പറഞ്ഞ ബുക്ക് ഏതൊക്കെ, മിഷലർ ആൻഡ് ടാറിൻ്റെ ബുക്ക് കാണും. എമിലിയസ് ആൻഡ് ഷാർപ്പിനും ഈ ബുക്കൊക്കെ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ പുസ്തകങ്ങളാണ്. ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞത്? ഇത് നമുക്ക് പരിചയമുള്ള ബുക്കാണ്. എന്താന്ന് ഇപ്പം പറഞ്ഞതായിരുന്നു? കുര്യൻ ശർമ്മ ഇന്ത്യൻ ബുക്കാണ്. ഇത് രണ്ടും പേര് കേട്ടാലോ, മിഷലർ ആൻഡ് ടാർ, എമിലിയസ് ആൻഡ് ഷാർപ്പ്. മനസ്സിലായില്ലേ? ഈ ബുക്കുകളിലൊക്കെ വേറെ ഒരു ബുക്ക് ഉണ്ടായാലും എന്താണ്, മാലിക് മദൻ തുടങ്ങി ഇന്ത്യൻ ബുക്കാണ്. ബുക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോഴേ. നമ്മുടെ ലൈബ്രറിയിലുണ്ട്. നിങ്ങൾ പഠിച്ച സ്ഥലത്തൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ഞാൻ എന്ന് പറഞ്ഞ പോലെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താണ്, നമ്മള് ആകെ പഠിച്ചിരിക്കുന്ന ബുക്ക് നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ മഞ്ജുഷന്റെ പുസ്തകമായിരിക്കും. ഞാൻ പറഞ്ഞത് അത് പോരാ, നമ്മൾ കൂടുതൽ പുസ്തകങ്ങൾ എടുത്ത് വായിക്കണം. അപ്പോൾ ഈ പറഞ്ഞ പുസ്തകങ്ങളിലൊക്കെ ഈ ചാപ്റ്റർ കാണും. തിയറീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് കാണും. ഹാർഡ്നെസ് ഓഫ് ആസിഡ് ആൻഡ് ബേസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കാണും. ഈ ബുക്കുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്നിനുള്ള പോയിന്റിന്റെ കൂടെ ഒരു ബുക്ക് ഏതെങ്കിലും സ്റ്റാൻഡേർഡ് എടുക്കുക. ഫോർ എക്സാമ്പിൾ കൊറിയൻ ശർമ്മ എടുക്കുക. അതൊന്ന് വായിക്കുക. ആ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലൊക്കെ കാര്യം ദേശം മനസ്സിൽ പതിയണം. വെറുതെ വായിച്ചിട്ട് കാര്യമില്ല, നോവൽ വായിച്ചിട്ട് കാര്യമില്ല. അതിനുശേഷം നമ്മൾ മറ്റു പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ ഇതിൽ പറയാത്ത ചില കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ രണ്ടിലും പറയാത്ത കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ ഒന്നിലും പറയാത്ത കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വേണം നോട്ട് ഉണ്ടാക്കാൻ. ആ തോന്നൽ എങ്ങനെ വരും? ആ തോന്നൽ വേണം നമ്മൾ പറഞ്ഞ ക്ലാസ്സൊക്കെ ഒന്ന് കാണാം കൃത്യമായി. ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഓഫ്കോഴ്സ്. കണ്ടത് ഒന്നുകൂടി ഓർത്തെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണമെന്നൊരു ഐഡിയ, അതാണ് ക്ലാസ്സിൽ ഉദ്ദേശം. ഐഡിയ കിട്ടും. ആ ഐഡിയ വെച്ചിട്ട് നമ്മൾ മെയിൻ ടെക്സ്റ്റ് ബുക്ക് ഏതാ വന്ന് വെച്ചിട്ട് ബാക്കി ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാം വേണമെന്ന് ഒന്ന് കിട്ടും, വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കി ഇതിൽ കിട്ടാത്ത പോയിന്റുകളും കൂടി ചേർത്തിട്ട് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ബുക്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ച് കൂടുതലുള്ള ഞാൻ കാര്യം ഒരു ന്യൂമറിക്കലായിട്ട് പറയാം. ഈ ബുക്ക് നമുക്ക് 1 കിട്ടുന്നുണ്ട്, ഇതിൽ നിന്നൊരു 0.2 കിട്ടുന്നുണ്ട് എക്സ്ട്രാ, ഇതിൽ നിന്നൊരു 0.5 എക്സ്ട്രാ കിട്ടുന്നുണ്ട്, ഇതിൽ നിന്നൊരു 0.4 എക്സ്ട്രാ കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് വേണമെങ്കിൽ 1.2 ഒരു നോട്ട് ഉണ്ടാക്കാം, 1.5 ഒരു നോട്ട് ഉണ്ടാക്കാം, 1.7 നോട്ട് ഉണ്ടാക്കാം. 1.7 ഞാൻ പറഞ്ഞ നമ്പർ ഉദ്ദേശിച്ചത് കൂടുതൽ വിവരങ്ങളാണ്. എല്ലാം കൂടി കൂട്ടി 2.1 നോട്ട് ഉണ്ടാക്കാം. എന്തായാലും അത് ഈ 1 മെച്ചപ്പെട്ടതായിരിക്കും. മനസ്സിലുണ്ടെങ്കിൽ 1.2 കൂട്ടി 1.2 അത്രയും ലെവലുള്ള നോട്ട് ഉണ്ടാക്കാം. നമ്പറിന് അധികം അർത്ഥം കൊടുക്കരുത്. അതല്ല, ഈ ബുക്ക് നോക്കിയിട്ട് 1.5 ഈ ബുക്ക് നോക്കാൻ ഇതിൽ പറയാത്ത പോയിന്റ് ഇതിൽ കൂടി ഇൻകോർപ്പറേറ്റ് നോട്ട് ഉണ്ടാക്കിയാൽ അത് 1.5 ആയി കുറച്ചൊരു മെച്ചപ്പെട്ട ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതല്ല, ഇത് എല്ലാത്തിനും കൂടി കൂട്ടിയാലോ അത് 2.1 ഇതിന്റെ ഏകദേശം ഡബിൾ ആയി അതിന്റെ ബെനിഫിറ്റ്. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും എല്ലാ കേസിലും അല്ലെങ്കിലും നോട്ട് ഉണ്ടാക്കുന്നത്. നോട്ട് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ബുക്കുകളിലുള്ള പോയിന്റുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അത് കൺസിഡറേറ്റ് ചെയ്ത് ഒരു നല്ല ഒരു നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു നോട്ടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോഴേക്കും നിങ്ങളത് ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളെ പഠിച്ചു കഴിയും. പിന്നെ നിങ്ങൾ അടുപ്പൊന്ന് മറിച്ച് നോക്കുകയോ പരീക്ഷ ഒന്ന് മറിച്ച് നോക്കുകയോ നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മ വരും. അല്ലാതെ വെറുതെ ഒരു നോട്ട് വൈഫായിട്ട് പഠിച്ചിട്ട് ആളെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് അന്നേരം ഓർമ്മ ഉണ്ടാവും, വേറെ ഓർമ്മ പോകും. അപ്പോൾ ട്രൈ ടു പ്രിപ്പയർ നോട്ട് ബൈ യുവർ സെൽഫ്. നിങ്ങൾക്ക് ഏതൊക്കെ വിഷയത്തിൽ നോട്ട് ഉണ്ടാക്കി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ നോട്ട് ഉണ്ടാക്കി തരാൻ പ്രയാസമൊന്നുമില്ല. കഴിയുന്നത് സ്വന്തമായി നോട്ട് ഉണ്ടാക്കിയാലേ നല്ല ബെനിഫിറ്റ് ഉണ്ട്. 2 നോട്ട് ഉണ്ടാക്കിയിട്ട് കമ്പയർ നോക്കിയാൽ മനസ്സിലാവും. എക്സ് എന്ന് പറഞ്ഞ കുട്ടിയോട് വൈ അവർ ഞങ്ങൾക്കെന്ന് പറഞ്ഞ പോലെ നിങ്ങളൊക്കെ സുഹൃത്തുക്കളാണ്. ഇനി നിന്റെ നോട്ട് കൊണ്ടെന്നാൽ നോട്ട് നോക്കി ഏതാ നല്ലതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നല്ലൊരു നോട്ട് ഒരു ടോപ്പിക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പകുതിയിൽ കൂടുതൽ ഒരു 75% പഠിച്ച പോലെയായി. പിന്നെ നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഓർമ്മ വരും.
ഇപ്പൊ നോട്ടുണ്ടാക്കൽ ഞാൻ പറഞ്ഞു നോക്കി പകർത്തല്ല, നോട്ടുണ്ടാക്കലല്ല. നോക്കി പകർത്തലല്ല പലരും വരും, അത് നോട്ടുണ്ടാക്കലല്ല. കുറച്ചുകൂടെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഭാഷയിൽ എഴുതി ഉണ്ടാക്കുക, നമ്മളൊരു ഓർഡറിൽ എഴുതി ഉണ്ടാക്കുക. ബുക്ക് പറഞ്ഞ ഓർഡർ തന്നെ വേണമെന്നില്ല, കുറച്ചുകൂടി നല്ല നമ്മൾ സിലബസ് പറഞ്ഞ ഓർഡറിലൊക്കെ സിലബസുകൾ പോയിന്റ് എടുത്ത് ഓരോ പോയിന്റ് കണക്കായിട്ട് നോട്ടുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ സൗകര്യമാണ്. എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ എന്നാൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ ടീച്ചേഴ്സിന് ഇന്ന ഭാഗം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോട്ടുണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ അടുത്ത സെക്ഷൻ, അടുത്ത യൂണിറ്റ് അല്ല, അടുത്ത സെക്ഷൻ ഒന്ന് ചെറുതായിട്ട് തുടങ്ങാം. നോൺ അക്വസ് സോൾവെന്റ് വളരെ സിമ്പിൾ ആണ്. ഇതിനെപ്പറ്റി കൂടുതൽ അതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ബാക്കി വേണമെങ്കിൽ ഞാൻ ഒരു നോട്ടൊക്കെ തരാം, കാരണം അത്രയും സിമ്പിളായ കാര്യങ്ങൾ, അതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് നോൺ അക്വസ്? ആ പേരിൽ തന്നെ വ്യക്തമാണ്, നോൺ അക്വസ് സോൾവെന്റ്സ്. Aqueous solvent. Aqueous solvent, aqueous water thennaanu. You know water is a very good solvent and water is widely known as the universal solvent. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. വാട്ടർ പറയപ്പെടുന്നത് യൂണിവേഴ്സൽ സോൾവെന്റ് എന്നായിട്ടുള്ളത്. എന്താ കാരണം? യൂണിവേഴ്സൽ സോൾവെന്റ് because it is it's a very good solvent for many substances, and we can see that almost any substance has got some finite solubility in water. വെള്ളത്തിൽ ലയിക്കാത്ത സാധനങ്ങൾ വളരെ വളരെ കുറവാണ്. കുറച്ചെങ്കിലും വെള്ളത്തിലേക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷെ അതിനും ഒരു ഫൈനൈറ്റ് സോലബിലിറ്റി, കുറച്ചായിട്ടെങ്കിലും ലയിക്കുന്നുണ്ട്. തീരെ വെള്ളത്തിൽ ലയിക്കുന്ന സാധനങ്ങൾ വളരെ കൂടുതൽ സാധനങ്ങൾ, ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ലഭിക്കാൻ പറ്റിയ ഒരു സോൾവെന്റ് ആണ് വാട്ടർ. വാട്ടറിന് ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. വാട്ടറിന്റെ പൊളാരിറ്റിയെ പറ്റിയും വാട്ടർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ പറ്റിയും ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ടറിന്റെ കപ്പാസിറ്റി ടു ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലേ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ കണക്കുന്നില്ല. ഇപ്പോൾ വാട്ടർ ഈസ് നോൺ ആസ് ദി യൂണിവേഴ്സൽ സോൾവെന്റ്. പക്ഷേ വാട്ടർ അല്ലാത്ത സോൾവെന്റ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ there are a large number of സാധാരണ നമുക്ക് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിൽ വരിക ആൽക്കഹോള്, ഈതർ, ബെൻസീന്, ടോളുവീൻ പോലെ, അത് ഓർഗാനിക് സോൾവെന്റ്സ് ആണ്. ഇനോർഗാനിക് സോൾവെന്റ്സ് ഒരുപാട് എണ്ണമുണ്ട്. ഏത് കൂട്ടത്തിൽ? നോൺ അക്വസ് സോൾവെന്റ്സ് ആയിട്ട്. അതിനെപ്പറ്റി നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓർഗാനിക് സോൾവെന്റ്സ് അല്ല. കാരണം സോൾവെന്റ് ഇൻഡസ്ട്രിയിലൊക്കെ സോൾവെന്റ്, നമ്മുടെ വ്യവസായത്തിലൊക്കെ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ മിക്കവാറും അത് എന്താണ്? ഓർഗാനിക് സോൾവെന്റ്സ് ആണ്. നമ്മൾ ഓർഗാനിക് യൂസ് ചെയ്യുന്നത് ആൽക്കഹോൾ യൂസ്ഡ് ആസ് ഇൻഡസ്ട്രിയൽ സോൾവെന്റ്, ബ്യൂട്ടനോൾ ഈസ് യൂസ്ഡ് ആസ് എ സോൾവെന്റ്, അസറ്റോൺ ഈസ് യൂസ്ഡ് ആസ് എ സോൾവെന്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ബെൻസീൻ ഈസ് യൂസ്ഡ് ആസ് എ സോൾവെന്റ് പഠിച്ചില്ല. ഒരുപാട് വ്യവസായിക അടിസ്ഥാനത്തിൽ ഈ സോൾവെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതല്ലാതെ there are a lot of inorganic solvents other than water, in which many reactions are studied and which are used in some special case. ഒരുപാട് സ്ഥലത്ത് ഇനോർഗാനിക് റിയാക്ഷൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് സോൾവെന്റ്സ് ഉണ്ട്. നിങ്ങൾ ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നോൺ അക്വസ് സോൾവെന്റ്സിനെ പറ്റി. നമ്മൾ പ്രധാനപ്പെട്ട നോൺ അക്വസ് സോൾവെന്റ് ആണ് എന്ത്? അമോണിയ എന്ന് പറയുന്നത്. അമോണിയ എന്ന് പറഞ്ഞാൽ പോരാ, എന്ത് പറയണം? ലിക്വിഡ് അമോണിയ എന്ന് പറയണം. കാരണം അമോണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷനിലല്ല, എവിടെ പോയാലും ഇറ്റ് ഇസ് എ ഗ്യാസ് വിത്ത് എ ബോയിലിംഗ് പോയിന്റ് ഓഫ് അറൗണ്ട് ബോയിലിംഗ് പോയിന്റ് -33.3. ഇതിന്റെ താഴെ മാത്രമേ അമോണിയ നോർമൽ പ്രഷറിൽ അമോണിയ എന്ന് പറഞ്ഞ ഗ്യാസ് ആണ്. ഇതിനൊക്കെ ടെമ്പറേച്ചർ പറഞ്ഞ ഭാഗങ്ങൾ ലോകത്ത് വളരെ കുറവായിരിക്കും. -33 is a very low temperature. അപ്പൊ നോർമൽ എവിടെ പോയാലും അമോണിയ is a gas at a normal pressure. നമുക്കറിയാം a gas can be liquefied either by reducing the temperature or by increasing the pressure. പ്രഷർ കൂട്ടുകയോ ടെമ്പറേച്ചർ കുറയ്ക്കുകയോ ഗ്യാസിന്റെ സാധനം ലിക്വിഫൈ ചെയ്യണമെങ്കിൽ മിനിമം നമുക്കറിയാം അതിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും പഠിച്ചിട്ടുണ്ട്. അതിന്റെ താഴെ വരണം, എന്നാൽ മാത്രമേ ലിക്വിഡ്, അതിന്റെ മേലെ എത്ര പ്രഷർ കൂട്ടിയാലും ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല നമുക്കറിയാം. ദാറ്റ് ഈസ് എ ക്രിട്ടിക്കൽ temperature, the temperature above which a gas cannot be liquefied. പഠിച്ചില്ലേ? whatever may be the pressure, എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും ഒരു ഗ്യാസ് ഒരു പ്രത്യേക ടെമ്പറേച്ചർ മേലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനാ ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. അതിനാണ് അതിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യമാണ്, മനസ്സിലൊക്കെ വേണം. അപ്പോൾ അമോണിയയുടെ കേസിൽ അമോണിയ നോർമൽ പ്രഷറിൽ ലിക്വിഡ് ആവണമെങ്കിൽ എന്ത് വേണം? -33.3°C വരെ തണുപ്പിക്കണം. അല്ലെങ്കിൽ എന്ത് വേണം? ഹൈ പ്രഷർ അപ്ലൈ ചെയ്യണം. പ്രഷർ അപ്ലൈ ചെയ്ത ലിക്വിഡ് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്താണ് ഗ്യാസിലെ
ഗ്യാസ് നമ്മൾ ലാബിലൊക്കെ കാണുന്നത് അത് ലിക്വിഡ് ഫോമിലായിരുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ എ ഹൈലി കംപ്രസ്ഡ് സ്റ്റേറ്റ്. ലിക്വിഫൈഡ് LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. കിട്ടില്ല, അത് ലിക്വിഫൈഡ് ആണ്. അതെങ്ങനെ ലിക്വിഡ് ആയിട്ട് ഇരിക്കുന്നത്? എസ് ബൈ അപ്ലൈങ് ഇനോർമസ് പ്രഷർ. അതുകൊണ്ട് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നത് ഭയങ്കര അപകടമാണ്. പൊട്ടിത്തെറിക്കരുത് ഞാൻ പറഞ്ഞാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്രയും പ്രഷറിലാണ് അത് ലിക്വിഡ് ഫോമിലിരിക്കുന്നത്. അപ്പോൾ തുറന്ന് കുറേശ്ശെ പുറത്ത് വരുന്നത്. ആ പ്രഷർ അവസാനം ഗ്യാസ് വീഴുമ്പോഴൊക്കെ അത് കംപ്ലീറ്റ് ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും, ലിക്വിഫൈ. അപ്പോൾ എന്ത് വേണം? ഒന്നിക്കൽ പ്രഷർ വല്ലാതെ കൂട്ടണം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചാലേ മാത്രമേ അമോണിയ ലിക്വിഡ് ആവും. എനിവേ ഈ ലിക്വിഡ് അമോണിയ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു നോൺ അക്വസ്. നിങ്ങൾ ഡിഗ്രി ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് എവിടെയോ ലിക്വിഡ് അമോണിയനെ പറ്റി, നോൺ അക്വസ് സോൾവെന്റ്സിനെ പറ്റി ഇവിടെ ചാപ്റ്റർ പഠിക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. ലിക്വിഡ് അമോണിയ, ലിക്വിഡ് സൾഫർ ഡയോക്സൈഡ്, ലിക്വിഡ് സൾഫർ ഡയോക്സൈഡ്. അതും സൾഫർ ഡയോക്സൈഡ് നോർമൽ ടെമ്പറേച്ചറിൽ എന്താണ് ഒരു ഗ്യാസ് ആണ്. അതിനെയും ടെമ്പറേച്ചർ കുറയ്ക്കുകയോ പ്രഷർ കൂട്ടുകയോ ചെയ്താൽ ക്യാൻ ബി ലിക്വിഫൈഡ്. പിന്നെ നമ്മൾ സാധാരണ ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിരിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അൻഹൈഡ്രസ് സൾഫ്യൂരിക് ആസിഡ്. അൻഹൈഡ്രസ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീരെ വെള്ളമില്ലാത്ത പ്യുവർ സൾഫ്യൂരിക് ആസിഡ്. നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് ഒരുപാട് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്താണ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനാണ് അൻഹൈഡ്രസ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അൻഹൈഡ്രസ് സൾഫ്യൂരിക് ആസിഡ്. പിന്നെ ലിക്വിഡ് HF, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഓർ ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. അതും ഹൈഡ്രോക്ലോറിക് ആസിഡ്. വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ ലിക്വിഡ് HCl. ഇറ്റ് ഈസ് എ HCl ഗ്യാസ് dissolved in water. Concentrated hydrochloric acid that you purchase from the shop or from the എന്താണ് കെമിക്കൽസ് വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മൾ ലാബിൽ കാണുന്ന കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ വാട്ടർ ഇൻ വിച്ച് എ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് HCl ഗ്യാസ് ഈസ് ഡിസോൾവ്ഡ്. അതുകൊണ്ടാണ് തുറക്കം ഇങ്ങനെ ഫ്യൂം ചെയ്യുന്നത്. പിന്നെ ഡയലൂട്ട് ചെയ്യുമ്പോൾ ഡയലൂട്ട് HCl ഒക്കെ ഉണ്ടാക്കുന്നത്. അതല്ല, ഇതെന്താണ്? ലിക്വിഫൈഡ്. നമ്മൾ അമോണിയ ഗ്യാസ് പോലെ HF ഗ്യാസ് ആൻഡ് ഇറ്റ് ഹാസ് എ ബോയിലിംഗ് പോയിന്റ് ഓഫ് അറൗണ്ട് 90 ഡിഗ്രി സെൽഷ്യസ്. വളരെ ഹൈ ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ടെമ്പറേച്ചർ താഴെ എന്താണ്? അത് ലിക്വിഡ് ആയിട്ടുണ്ട് HF. സോ ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് അനദർ നോൺ അക്വസ് സോൾവെന്റ്. അസെറ്റിക് ആസിഡ് ഈസ് യൂസ്ഡ് ആസ് എ നോൺ അക്വസ് സോൾവെന്റ്. സൾഫ്യൂരിക് ആസിഡ്, അസെറ്റിക് ആസിഡ്, HF, സൾഫർ ഡയോക്സൈഡ്. പിന്നെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ പറയുന്നുണ്ട്. BRF3 എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റ്, നമ്മളന്ന് കണ്ടിട്ടുണ്ട് കുറച്ച് മുമ്പേ. ഇതൊക്കെ പല പല ആവശ്യങ്ങൾക്കായിട്ട് ഇൻഡസ്ട്രിയിലൊന്നും അത്ര വളരെ വ്യാപകമായിട്ടൊന്നും ഉണ്ടാവില്ല, വളരെ പ്രത്യേക സ്ഥലത്തൊക്കെ ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഇൻട്രസ്റ്റ് പ്രധാനമായിട്ടും കെമിക്കൽ റിയാക്ഷൻസിലാണ്, കെമിസ്ട്രിയിലാണ്. അതായത് ആപ്ലിക്കേഷനിൽ അത്ര ഇല്ലാന്നല്ല, വളരെ പൊതുവെ കുറവാണ്. പക്ഷേ can study a variety of chemistry in different solvents, and the chemistry in one solvent will be, can see that entirely different from the other one. A species നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ട്. A species which act as a acid in one liquid may act as a base in another one. As species, two species which will not react at all in one species may react very easily in another solvent. ഒരു സോൾവെന്റ് തീരെ റിയാക്ട് ചെയ്ത രണ്ട് സ്പീഷീസ് വേറെ സോൾവെന്റിൽ അത് വളരെ എളുപ്പത്തിൽ റിയാക്ട് ചെയ്യും. ഒരു മീഡിയത്തിൽ തീരെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഓക്സിഡൈസിങ് ഏജന്റോ റിഡ്യൂസിങ് ഏജന്റോ വേറെ മീഡിയത്തിൽ സുഖമായിട്ട് അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു മീഡിയത്തിൽ ലയിക്കാത്ത സാധനം വേറെ മീഡിയത്തിൽ ലയിക്കും. ഒരു മീഡിയത്തിൽ ഒരു പ്രത്യേക ബിഹേവിയർ കാണിക്കുന്നത് വേറെ മീഡിയത്തിൽ വേറൊരു ബിഹേവിയർ കാണിക്കും. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കെമിസ്ട്രി കാണിക്കാൻ പറ്റും ഡിഫറെന്റ് സ്പീഷീസ് ഇൻ ഡിഫറെന്റ് സോൾവെന്റ്സ്, എസ്പെഷ്യലി ഇൻ ദിസ് ടൈപ്പ് ഓഫ് നോൺ അക്വസ് സോൾവെന്റ്. ഓർഗാനിക് സോൾവെന്റ് അത്രത്തോളം പറയില്ല. ഓർഗാനിക് സോൾവെന്റ് പ്രധാനമായിട്ട് അതിനെ ലയിപ്പിക്കുക എന്ന് മാത്രമേ. ഇവിടെ ലയിപ്പിക്കലല്ല, അതിന്റെ സ്വഭാവം തന്നെ പലതിനെയും മാറ്റിയെടുക്കാൻ കഴിവുണ്ട് ഈ പറഞ്ഞ പല സോൾവെന്റുകൾക്കും. ഒരു സോൾവെന്റ് വളരെ സ്ട്രോങ് ആസിഡ് ആകും, വേറെ സോൾവെന്റ് വീക്ക് ആസിഡ് ആയിരിക്കും, വേറെ സോൾവെന്റ് ചിലപ്പോൾ അത് ബേസ് ആയിരിക്കും. നമ്മൾ നേരത്തെ ആസിഡ് ബേസ് തിയറീസ് പറയുമ്പോൾ ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദി സോൾവെന്റ്. ഈ പറഞ്ഞ സോൾവെന്റ്സിന് നമുക്ക് ജനറൽ ആയിട്ട് ക്ലാസിഫിക്കേഷൻ, അതൊക്കെ നമ്മുടെ സിലബസ് പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. യു ക്യാൻ ക്ലാസിഫൈ ദ സോൾവെന്റ്സ് ഇൻ ടു ഡിഫറെന്റ് ക്ലാസസ്. ഇതിനെ ക്ലാസിഫൈ ചെയ്ത പൊതുവെ യു ക്യാൻ സീ ദാറ്റ് ക്ലാസിഫിക്കേഷൻ മേക്സ് ദ സ്റ്റഡി ഈസിയർ. ഏതായാലും നമ്മൾ ഏത് സാധനമായാലും ഏത് സ്റ്റഡി ആയാലും അതിനൊന്ന് ഗ്രൂപ്പായി തരംതിരിച്ച് പഠിച്ചാലും പീരിയോഡ് ടേബിളിൽ ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഒക്കെ തിരിച്ചതിനാണ് ചെയ്തായിട്ട് ആൽക്കലി മെറ്റൽസ് പ്രത്യേക സ്വഭാവം, ആൽക്കലി എർത്ത് മെറ്റൽസ് വേറെ സ്വഭാവം. കൂടുതൽ അതിന്റെ സ്റ്റഡി കുറച്ചുകൂടി എളുപ്പമാവും. നമ്മൾ കാൽസ്യമായിട്ടും സോഡിയമായിട്ടും അലൂമിനായിട്ടും പഠിക്കുന്നതിന് പകരം ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 13 എന്ന് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാം. അതേപോലെ തന്നെ സോൾവെന്റ്സ് നമുക്ക് ഡിഫറെന്റ് ക്ലാസ് ആയിട്ട് പല രൂപത്തിൽ ക്ലാസ് ചെയ്യാൻ പറ്റും. സോൾവെന്റ്സ് മൊത്തം എടുക്കുമ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മളൊന്നും ആലോചിക്കാതെ എല്ലാ സോൾവെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇനോർഗാനിക് സോൾവെന്റ്സ് ആൻഡ് ഓർഗാനിക് സോൾവെന്റ്. ഇത് ക്ലാസിഫൈ
ഇനോർഗാനിക് സോൾവെൻസ് ഈ പറഞ്ഞൊക്കെ ഇനോർഗാനിക് സോൾവെന്റ് ആണ്. ഓർഗാനിക് സോൾവെന്റ്സ് ആണ് നമുക്ക് ബെൻസീനും ടോളുവീനും ആൽക്കഹോളും അസറ്റോളും ഈതറും പോലെയുള്ള ഒരുപാട് ഓർഗാനിക് സോൾവെന്റ്സ് ഉണ്ട്. ഇനോർഗാനിക് സോൾവെന്റ്സ് നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം അല്ലേ. സോ ഫോർ എക്സാമ്പിൾ can classify the solvents, this type of solvents into protonic solvent or protic solvent and aprotic or non-protonic solvent. Protonic and non-protonic. സാധാരണ പ്രോട്ടോണിക് പകരം പ്രോട്ടിക് എന്നും പറയും, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അപ്രോട്ടിക് ഓർ നോൺ പ്രോട്ടോണിക് സോൾവെന്റ്. ഇതിൽ നോക്കിയാൽ അറിയാം അമോണിയ ഈസ് എ പ്രോട്ടോണിക് സോൾവെന്റ്. ഇതിന് പ്രോട്ടോൺ കൊടുക്കാനോ വാങ്ങാനൊക്കെ അമോണിയ ഒന്നാമത്തെ കാര്യം അതിന് മോളിക്യൂളിൽ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ഉണ്ടായാൽ മാത്രം പോരാ, അതിന് പ്രോട്ടോൺ കൊടുക്കാനും വാങ്ങാനോ. അപ്പം ബെൻസീൻ്റെ മോളിക്യൂളിലും ഉണ്ട് എന്ത് ഹൈഡ്രജൻ, പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എ പ്രോട്ടോൺ, നോട്ട് കൺസിഡർഡ് ആസ് എ പ്രോട്ടോണിക് സോൾവെന്റ്. മനസ്സിലായില്ലേ? അമോണിയ ഈസ് എ പ്രോട്ടോണിക് സോൾവെന്റ്, സൾഫ്യൂരിക് ആസിഡ് ഈസ് എ പ്രോട്ടോണിക് സോൾവെന്റ്, അസിറ്റിക് ആസിഡ്. കാരണം ഈ പ്രോട്ടോണ് ഈ ഹൈഡ്രജന് യെസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടത്തെ അനക്കാൻ പറ്റും, കൊടുക്കൽ വാങ്ങാനൊക്കെ പറ്റും അല്ലേ. ഇതിനും പറ്റും ഇതിനും പറ്റും. നേരെ മറിച്ച് SO2 ആലോചിക്കാൻ വേണ്ട, കാരണം അതിൽ പ്രോട്ടോണേ ഇല്ല, അതൊരു സംശയമില്ല. ദാറ്റ് ഈസ് എ അപ്രോട്ടിക് സോൾവെന്റ്. BRF3 നമ്മൾ നേരത്തെ കണ്ടൊരു എക്സാമ്പിൾ ആണ്. BRF3 ആസിഡ് ബേസ് ഡെറിവേറ്റീവ്. BRF3 ഈസ് എ അപ്രോട്ടിക് സോൾവെന്റ്. ലിക്വിഡ് N2O4 hydrogen NO2 liquid NO2 എന്ന് പറയും is a aprotic solvent. NOCl is another proton aprotic solvent. ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം പ്രോട്ടോണിക് ആൻഡ് നോൺ പ്രോട്ടോണിക്. വേറെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അയണൈസിങ് സോൾവെന്റ്സ് ആൻഡ് നോൺ അയണൈസിങ് സോൾവെന്റ്സ്. എന്താണത്? അയണൈസിങ് സോൾവെന്റ്സ് ആർ യൂഷ്വലി polar solvents and they undergo self ionization and usually they dissolve substances and these substances undergo ionization in that ionizing solvents. Non ionizing solvents പറയുന്നത് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ പലതരം നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ നമ്മൾ അത്രത്തോളം സ്റ്റുഡൻ്റ് പഠിക്കണം. നമ്മളുടെ സിലബസ് പറഞ്ഞിരിക്കുന്നത് റിയാക്ഷൻസ് ഇൻ ദി ഫോളോയിങ് സോൾവെന്റ്സ് ആണ് അമോണിയ വെച്ച് പറയണം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ നോൺ സോൾവെന്റ് അത് അമോണിയ ആയാലും സൾഫർ ഡൈ ഓക്സൈഡ് ആയാലും ഓരോ നമ്മൾ പഠിക്കാറുണ്ട്. ഇതൊക്കെ പഠിക്കാനുള്ള മിക്കവാറും ഇതൊക്കെ നമുക്ക് കാണാനുള്ള സോൾവെന്റ്സ് ആണ്. ജനറലായിട്ട് ഒരുപാട് റിയാക്ഷൻസ് നമുക്ക് പഠിക്കാം. അതായത് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗാനിക് പഠിക്കണം. ഓർഗാനിക് യു ക്യാൻ തിങ്ക് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, ഫോർ എക്സാമ്പിൾ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ്, ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ്. ആസിഡ് ബേസ് റിയാക്ഷൻസ് വേറെ ടൈപ്പ് റിയാക്ഷൻ. ആസിഡ് ബേസ് റിയാക്ഷൻസ് ആർ ഓൾസോ can be called എന്താണ് neutralization reactions or acid base reactions, redox reactions, complex formation വേറെ ടൈപ്പ് ആണ്. ഇത് രണ്ടും യാതൊരു ബന്ധമില്ല. കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻസ്, പിന്നെ precipitation reactions, metathesis or double decomposition reactions. ഇല്ല metathesis എന്നുള്ള വാക്ക് കേട്ടില്ല, നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് AB plus CD giving AD plus BC type കൊടുക്കൽ വാങ്ങൽ എക്സ്ചേഞ്ച് ഓഫ് ഫ്രാഗ്മെന്റ്സ് AD plus BC ടൈപ്പ് റിയാക്ഷൻസ് പറഞ്ഞാൽ മെറ്റാതെസിസ് റിയാക്ഷൻ, ഈ ടൈപ്പ് റിയാക്ഷൻസ്. അങ്ങനെ നമുക്ക് കുറച്ച് ഒരു 5-6 ടൈപ്പ് റിയാക്ഷൻസ് നമുക്ക് ഓരോ സോൾവെന്റിൽ നമുക്ക് എഫക്ട് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് പറഞ്ഞ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ്, പിന്നെന്താണ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ്, കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻസ്, ഇതുപോലെയുള്ള കുറച്ച് ടൈപ്പ്. മനസ്സിലായില്ലേ? ഡബിൾ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ്. അപ്പൊ നമ്മുടെ ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടൈപ്പ് റിയാക്ഷൻസ് ജനറലായിട്ടൊന്ന് ഓരോ സോൾവെന്റ് എടുത്ത് ജനറലായിട്ടൊന്ന് പഠിച്ചാൽ പിന്നെ ഓരോ സോൾവെന്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ പോകും. സോ വി ലുക്ക് ജനറലി ഇൻ ടു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ദാറ്റ് ഒക്കർ ഇൻ നോൺ അക്വസ് സോൾവെന്റ്സ്. ഈ നോൺ അക്വസ് സോൾവെന്റ്സിൽ നടക്കാൻ സാധ്യതയില്ല നടക്കുന്ന റിയാക്ഷൻസ് നമുക്ക് ആദ്യം ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ഓരോന്നോരോന്നായിട്ട് കാണാം. ആസിഡ് ബേസ് റിയാക്ഷൻസ്, അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ്, കോംപ്ലക്സ് ഫോർമേഷൻ, റിഡോക്സ് റിയാക്ഷൻസ്, മറ്റേ എന്താണ് മെറ്റാതെസിസ് ഓർ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് ആൻഡ് സോ ഓൺ. അങ്ങനെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 5-6 സോൾവെന്റ് നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ മിക്കവാറും ഈ ടൈപ്പ് റിയാക്ഷൻസ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അതിലേക്കാണ് പോകുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ദാറ്റ് occur in non-aqueous solvents.